ആകാശവാണി. നമസ്കാരം. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. ഇന്ത്യ പാക് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനം ആരംഭിച്ചത്. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഡ്രോൺ സാന്നിധ്യമുണ്ടായതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അതിർത്തി ജില്ലകളിൽ ഡ്രോണുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഗുജറാത്തിലെ കച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംസ്ഥാന സർക്കാർ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മുതലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. ഉച്ചകഴിഞ്ഞ് 3:35 പാകിസ്ഥാൻ സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ DGMOയുമായി സംസാരിച്ചിരുന്നു. ഇരുപക്ഷവും കരയിലും വായുവിലും കടലിലുമുള്ള എല്ലാ സൈനിക നടപടികളും നിർത്താൻ ധാരണയായി. ഈ മാസം 12-ന് DGMO തലത്തിൽ വീണ്ടും ചർച്ച നടക്കാനിരിക്കെയാണ് വെടിനിർത്തൽ ലംഘനമുണ്ടായത്. വെടിനിർത്തൽ സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായ ധാരണ പാകിസ്ഥാൻ ആവർത്തിച്ച് ലംഘിച്ചതായി ഇന്ത്യ. ഈ ലംഘനങ്ങളെ വളരെ ഗൌരവത്തോടെ കാണുന്നുവെന്നും സായുധസേന ഉചിതമായ മറുപടി നൽകുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രശ്നം പരിഹരിക്കുന്നതിനും സ്ഥിതി ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നതിനും ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. സായുധസേനകൾ ശക്തമായ ജാഗ്രത തുടരുകയാണെന്നും അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ ശക്തമായി നേരിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ശ്രീ മിശ്രി അറിയിച്ചു. സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിന് നേരത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ ധാരണയിൽ എത്തിയിരുന്നു. പാകിസ്ഥാൻ ഈ സാഹചര്യം ശരിയായി മനസ്സിലാക്കി നുഴഞ്ഞുകയറ്റം തടയാൻ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്നലെയുണ്ടായ വെടിനിർത്തൽ ധാരണയിൽ ഉറച്ചു നിൽക്കുമെന്നും ഭാവിയിലെ സംഘർഷങ്ങളോട് ശക്തമായി പ്രതികരിക്കുമെന്നും സൈന്യം അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ശേഷം സൈനിക ഉദ്യോഗസ്ഥരായ സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്, രഘു നായർ എന്നിവർ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും വിവരങ്ങൾ വസ്തുനിഷ്ഠമായി പ്രസ്താവിക്കേണ്ടത് സൈന്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും സൈനിക വക്താക്കൾ പറഞ്ഞു. സൈന്യം, നാവികസേന, വ്യോമസേന എന്നിവയോട് ധാരണ പാലിക്കാൻ നിർദ്ദേശിച്ചതായും ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ നേരിടാൻ സേന സർവ്വസജ്ജമാണെന്നും കമാൻഡർ രഘു നായർ അറിയിച്ചു. വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി, 3 സൈനിക വിഭാഗങ്ങളുടെയും തലവന്മാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കി. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്നലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തി. ജാഗ്രത പുലർത്താനും അതിർത്തിയിൽ വെടിവയ്പുണ്ടാകുന്ന പക്ഷം സിവിൽ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കാനും ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, നിലവിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനും സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള മികച്ച ചുവടുവയ്പ്പാണ് ഇതെന്ന് ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. ലോകരാജ്യങ്ങളും ദേശീയ നേതാക്കളും വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു. ബലൂചിസ്ഥാനിൽ ഉടനീളമുള്ള 39 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സായുധ വിഘടനവാദ സംഘമായ ബലൂച്ച് ലിബറേഷൻ ആർമി. ആക്രമണങ്ങൾ തുടരുമെന്നും BLA പത്രക്കുറിപ്പിൽ പ്രഖ്യാപിച്ചു. പോലീസ് സ്റ്റേഷനുകൾ പിടിച്ചെടുത്തതായും മേഖലയിലെ പ്രധാന റോഡുകൾ ഉപരോധിച്ചതായും അവർ അവകാശപ്പെട്ടു. ബലൂച്ച് ജനതയുടെ അവകാശങ്ങളും സ്വയംഭരണവും പാകിസ്ഥാൻ സർക്കാർ നിഷേധിക്കുകയാണെന്ന് ആരോപിച്ചാണ് BLAയുടെ ആക്രമണം. പഞ്ചാബിലെ അമൃത്സർ അതിർത്തിയിൽ ഇന്നലെ ഭീകരാക്രമണ ശ്രമം പരാജയപ്പെടുത്തി അതിർത്തി സുരക്ഷാ സേനയും പഞ്ചാബ് പോലീസും. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ കണ്ടെടുത്തു. ഡ്രോൺ ഉപയോഗിച്ചാകാം വസ്തുക്കൾ അതിർത്തി കടത്തിയതെന്ന് BSF വൃത്തങ്ങൾ പറഞ്ഞു. സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ ഒഴികെയുള്ളവയിൽ സിവിൽ ഡിഫൻസ്, എയർ റെയ്ഡ്, സൈറൺ ശബ്ദം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാ മാധ്യമങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകി. സൈറൺ സ്ഥിരമായി ഉപയോഗിക്കുന്നത് വ്യോമാക്രമണ സൈറനുകളോടുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം കുറയ്ക്കുമെന്നും യഥാർത്ഥ വ്യോമാക്രമണ സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:45-ന്.